ഓം നമഃ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. നമ്മൾ ഉപാസനകൾ ചെയ്യുന്നു, ജപങ്ങൾ ചെയ്യുന്നു, ഇല്ലേ? ഇതിനൊക്കെ ഒരു പൂർണ്ണതയാണ് നമ്മൾ ഇത് ചെയ്തത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്കതങ്ങോട്ട് പൂർണ്ണതയിലേക്ക് എത്താൻ ഇച്ചിരി പ്രയാസമാകുന്നു. മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുന്നെങ്കിലും അത് സിദ്ധിയാവാതെ വരുന്നു. അതേപോലെ ഉപാസനയിലും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നമ്മൾ ഏതിലാണോ ഏർപ്പെട്ടിരിക്കുന്നത്, ജപത്തിലും ഉപാസനയിലുമൊക്കെ നമ്മുടെ ലക്ഷ്യം എന്താണ്? സാക്ഷാത്കാരം, ഭഗവാനെ ദർശിക്കുക, അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കളായിട്ടുള്ള സിദ്ധന്മാരെ ദർശിക്കുക. അതൊക്കെ പ്രാക്ടിക്കലാണോ? അങ്ങനെ സംഭവിക്കുമോ? ഇതെല്ലാവരുടെയും മനസ്സിൽ തട്ടുന്ന ഒരു ചോദ്യമാണ്. ഇപ്പം നമ്മൾ ജപിക്കുന്നതുകൊണ്ട് സിദ്ധിയാവുന്നു, പക്ഷേ നമുക്ക് ആ ദർശന ഭാഗ്യം കൂടി കിട്ടിയാൽ അങ്ങനെ കിട്ടുമോ? ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഇതാണ് നമ്മുടെ ഒരു സാധാരണ സ്പിരിച്വൽ പാത്തിൽ വരാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സിൽ തട്ടുന്ന ചോദ്യങ്ങൾ. നമ്മുടെ ജീവിതം പല പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്. അതിൽ നിന്നൊക്കെ പെട്ടെന്ന് വിടുതൽ സാധ്യമാണോ? നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ കർമ്മവിനകൾ മാറ്റാൻ നാം ശ്രമിക്കുമ്പോൾ നമ്മുടെ കാശ് പോകുന്നത് മിച്ചം എന്നുള്ള രീതിയിലേക്ക് ജീവിതം നിങ്ങളുടെ പോകുന്നുണ്ടോ? എങ്കിൽ ഈ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ മനസ്സോടെ, ഏകാഗ്രതയോടെ, ഭക്തിഭാവത്തോടെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ 100% ഞാൻ വാക്ക് തരുന്നു, ഉറപ്പ് തരുന്നു, എല്ലാ രീതിയിലും മാറ്റങ്ങൾ വന്നിരിക്കും. ഇപ്പം മന്ത്രം സിദ്ധിയാകുവാനും, ഉപാസന പൂർണ്ണത വരുവാനും, ധ്യാനത്തിന് പൂർണ്ണത വരുവാനും, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുവാനും ഇതൊരു നല്ല പോം വഴിയാണ്. ശക്തിപീഠം. ഞാൻ ഒട്ടുമിക്ക ശക്തിപീഠങ്ങളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തു. ഈ ശക്തിപീഠങ്ങളൊക്കെ നമ്മുടെ ആത്മീയ ഉണർവ് നൽകാനും, സ്പിരിച്വൽ പാത്തിൻ്റെ ധ്യാനം അതിന് പൂർണ്ണത വരുവാനും എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശക്തിപീഠമാണ് കൊണ്ടറങ്ങി. പഴനിയിൽ നിന്നും ഒരു 3/4 മണിക്കൂർ ദൂരമാണ് കൊണ്ടറങ്ങി മല. പഴനിയിൽ നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ കോടയൊന്നും ഇല്ലെങ്കിൽ പഴനിയിൽ നിന്ന് കഴിഞ്ഞാൽ കിഴക്കേ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കൊണ്ടറങ്ങി നല്ല കുത്തനെയുള്ള മല നമുക്ക് കാണാം. മറ്റെങ്ങും കാണാത്ത ഒരു ഫിസിക്കൽ സ്ട്രക്ചറാണ് കൊണ്ടറങ്ങി മല. ഒരു മേരു എങ്ങനെയാണോ, മേരുവിനേക്കാളും കൂർത്തതാണ് മല. നമ്മൾ കൊണ്ടറങ്ങി മലയുടെ അടുത്തെത്താറാവുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും എത്ര ധൈര്യവാനാണെങ്കിലും ഒന്ന് പകച്ചു പോകും. കാരണം അങ്ങനെയാണ്, കുത്തനെ ആയിട്ടുള്ള മലയാണ് കൊണ്ടറങ്ങി മല. പഴനിയിൽ ബസ്സാണെങ്കിൽ പഴനിയിൽ നിന്നും ഡിണ്ടുകൾ വഴി കീഴാനൂർ സ്റ്റോപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ കൊണ്ടറങ്ങി മലയെത്തി. വളരെ നിഗൂഢമായിട്ടുള്ള ഒരു മലയാണ് കൊണ്ടറങ്ങി മല. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാധാരണ
മലയിൽ നമ്മൾ കയറുമ്പോൾ ഒരു ഊന്നുവടി പിടിച്ച് നമ്മൾ കയറാം. പക്ഷേ ഈ മലയിൽ ഊന്നുവടിയൊന്നും പ്രാക്ടിക്കലല്ല. അവിടെ കമ്പിയും ചങ്ങലയുണ്ടും, അത് പിടിച്ച് വേണം നമ്മൾ കയറുവാൻ. കാരണം അത്ര കുത്തനെയാണ്. മനസ്സിൽ പേടിയുള്ളവരൊരിക്കലും ഈ മല കയറാൻ ശ്രമിക്കരുത്. മറ്റുള്ള മലകളിൽ മരങ്ങളും തണൽ മരങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ കൊണ്ടറങ്ങി മലയിൽ ഈ വക മരങ്ങളൊന്നുമില്ല. തനിപ്പാറയാണ്, ഒറ്റപ്പാറയാണ്. അപ്പോൾ കൊണ്ടറങ്ങി മലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ 5 മണിക്ക് തന്നെ അവിടെ താഴെ എത്തി കയറുവാൻ തുടങ്ങണം. കാരണം വെയിൽ വന്നു കഴിഞ്ഞാൽ കാല് പൊള്ളും. നല്ല വെയിലുമാണ്, അതിശക്തമായ കാറ്റാണ്. കാരണം മറ്റുള്ള മലകളിലൊക്കെ നമ്മൾ ഈ പറയുന്ന മരങ്ങളൊക്കെ ആ കാറ്റ് തട്ടും. പക്ഷേ ഈ മലയിൽ മരങ്ങളില്ലാത്ത കാരണം മനുഷ്യനെ തന്നെ പറത്തി കൊണ്ടുപോകുന്ന തരത്തിലുള്ള കാറ്റാണ് ഡേ ടൈമിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, താഴെ ഒരു ശിവക്ഷേത്രമുണ്ട്. അവിടെ നമ്മൾക്ക് തൊഴുത് അർച്ചന ചെയ്യണമെങ്കിൽ അർച്ചന ചെയ്ത് 5 മണിക്കാകുമ്പോൾ തന്നെ 5-നും 6-നും ഇടയ്ക്ക് നിങ്ങൾ കയറാൻ തുടങ്ങണം. അല്ലെങ്കിൽ വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ടോട്ടലി വേർത്ത് ക്ഷീണമൊക്കെ ആവും. പക്ഷെ ഒറ്റ കയറ്റത്തിന് കയറാൻ ശ്രമിക്കരുത്, ഒരിക്കലും മണ്ടത്തരം കാട്ടരുത്. കാരണം റിസ്ക് ഉള്ള ഒരു മല കൂടിയാണ് കൊണ്ടറങ്ങി മല. താഴെ ശിവക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം അവിടെ താഴെ ശിവക്ഷേത്രത്തിൻ്റെ തൊട്ട് വലത്തെ ഭാഗത്തായിട്ടൊരു മരമുണ്ട്. അത് വളരെ പ്രത്യേകതയുള്ള ഒരു മരമാണ്. പ്രകൃതിയാൽ ഗണപതിയുടെ രൂപം പൊന്തി വരുന്ന രീതിയിലുള്ള വലംപിരിയായിട്ടുള്ള ഗണപതിനെ നമുക്ക് ആ മരത്തിൽ ദർശിക്കാം. അതാരും കൊത്തിവെച്ചതോ അതായത് പ്രാക്ടിക്കലായിട്ട് ചെയ്തു വെച്ചതൊന്നുമല്ല, പ്രകൃതിയാൽ അങ്ങനെ ഒരു ഭാവം വന്നതാണ്. അതൊരു വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു മരമാണ്. അതും താണ്ടി നമ്മൾ മേളിലേക്ക് കയറുക. സാധാരണ ചെരുപ്പൊന്നും ഉപയോഗിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ശിവലിംഗമാണ് നമ്മൾ ആ ഒരു ഭാവത്തിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പം ഭഗവാനെ നമ്മൾ ചെരുപ്പ് വെച്ച് ചവിട്ടി പോകരുത് എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ. അതുകൊണ്ട് ആരും മല കയറുമ്പോൾ ചെരുപ്പ് യൂസ് ചെയ്യരുത്. നമ്മൾ വിശ്രമിച്ച് ആദ്യമായിട്ട് കയറുന്നവരാണെങ്കിൽ കുറച്ച് വിശ്രമിച്ച് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ പതുക്കെ കയറിയാൽ മതി. മേളിൽ മല്ലികാർജുന ക്ഷേത്രമുണ്ട്. 10 മണി വരെ അവിടെ പൂജ ഉള്ളൂ. അത് കഴിഞ്ഞ് അടയ്ക്കും. ഒറ്റ നേരത്തെ പൂജയാണ്. അപ്പോൾ 10 മണിക്കുള്ളിൽ മേളിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭഗവാനെ, അവിടുത്തെ മല്ലികാർജുന ക്ഷേത്രത്തെ നിങ്ങൾക്ക് ദർശിക്കാം. ഭോഗർ തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ഭഗവാൻ ലിംഗരൂപേണ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് മേളിലെ മല്ലികാർജുന ക്ഷേത്രം. മേളിൽ നമുക്ക് 3 ഗുഹ മെയിനായിട്ട് കാണാം. ഒന്ന് ചിന്നമസ്ത ഗുഹ, പിന്നെ ഭോഗർ സ്വാമിയുടെ ഗുഹ, പിന്നെ വരുന്നത് അർജുനൻ തപസ് ചെയ്ത ഗുഹ. അത് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും. വളരെ നിഗൂഢമായിട്ടുള്ള ചിഹ്നങ്ങളും ചിത്രങ്ങളും അവിടെ നമുക്ക് ദർശിക്കാം. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആണെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ചിഹ്നത്തിൻ്റെയും വരകളുടെയൊക്കെ ഗുഡൻസ് എന്താണെന്ന് മനസ്സിലാക്കുകയുള്ളൂ. ഇപ്പോൾ സാധാരണക്കാർക്കൊന്നും അതൊന്നും പിടികിട്ടത്തില്ല. ഗുഹാലിഖിതങ്ങളൊക്കെ വളരെ അത്ഭുതം എന്ന് തോന്നുക. ഇപ്പോൾ സ്പിരിച്വൽ പാത്ത്, അതായത് ധ്യാനത്തിന് നമ്മൾ എല്ലാ ദിവസവും ജപിക്കുന്നു, സിദ്ധി കിട്ടുന്നില്ല, അതിൻ്റെ പൂർണ്ണത കിട്ടുന്നില്ല. കൊണ്ടറങ്ങി മല ബെസ്റ്റാണ്. ഉപാസന ചെയ്യുന്നു, അതിൽ പൂർണ്ണത വരുന്നില്ല, കൊണ്ടറങ്ങി നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ പറയുന്ന വ്യക്തമാക്കണം. അതായത്
ഇപ്പോൾ സാധാരണ നിങ്ങൾ 1-2 മണിക്കൂറാണ് അവിടെ ധ്യാനിക്കാനിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്കതിൻ്റെ പൂർണ്ണാംശം നമുക്ക് കിട്ടത്തില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിലാണെങ്കിലോ നമ്മൾ ആ ക്ഷേത്രങ്ങളിലാണോ ധ്യാനിക്കാനിരിക്കുമ്പോൾ അതിലൊരു 10-30 മിനിറ്റ് എങ്ങനെ വന്നാലും നമ്മുടെ മനസ്സ് ചഞ്ചലമായിട്ട് ഓരോ കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കും. ആ ധ്യാനത്തിൻ്റെ പിൻ പോയിന്റിൽ നമുക്ക് എത്താൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോഴായിരിക്കും ആ ധ്യാനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുന്നത്. അതുവരെ നാട്ടുകാര്യവും ഓഫീസ് കാര്യവും ഒക്കെ ഇങ്ങനെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കൊണ്ടരങ്കിയിലും അതേപോലെയാണെന്ന് നമുക്ക് ധരിക്കാം. അതുകൊണ്ട് നിങ്ങൾ രാവിലെ ധ്യാനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ വൈകിട്ട് 3-3:30 ആകുമ്പോൾ താഴെ ഇറങ്ങാം. പണ്ടൊക്കെ 24/7 രാത്രി കാലങ്ങളിലും ധ്യാനിക്കാൻ അനുവദിക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ചില പോക്ക് ശരിയാകാത്ത കൊണ്ട്, അതിനെ മിസ്ലീഡിങ് ചെയ്യുന്നത് കൊണ്ട് രാത്രി കാലങ്ങളിൽ 6 മണി കഴിഞ്ഞാൽ മേളിലേക്ക് ആരെയും കയറ്റിവിടാറില്ല. പക്ഷേ രാത്രി കാലങ്ങളിലാണ് അത്ഭുതങ്ങൾ കൂടുതൽ സംഭവിക്കുന്നത് എന്നും നമ്മൾ ഓർക്കുക. പക്ഷേ ഇപ്പോൾ ചില നിയമസാധ്യതകൾ അവിടെ 6 മണി കഴിഞ്ഞാൽ എൻട്രി ഉണ്ടാവില്ല. കാരണം ആ എനർജീനെ മിസ്യൂസ് ചെയ്യുന്ന കുറച്ച് താന്ത്രികർ കോഴീനെ അറുത്തും ഒക്കെ അവിടെ ദുഷിപ്പിക്കുന്നു ആ എനർജീനെ. സോ 6 മണി കഴിഞ്ഞാൽ ആരെയും എൻ്റർ ചെയ്തില്ല. ഞാൻ പണ്ടൊക്കെ 2-3 ദിവസം അവിടെ മേളിൽ തന്നെ ധ്യാനിക്കാനിരിക്കുമായിരുന്നു. രാവിലെ മേളിലത്തെ മല്ലികാർജുന ടെമ്പിളിൽ നിന്ന് കിട്ടുന്ന പൊങ്കലായിരിക്കും എൻ്റെ ഭക്ഷണം. അത് കഴിഞ്ഞാൽ ഭക്ഷണമൊന്നും ഉണ്ടാവില്ല, ധ്യാനത്തിൽ തന്നെ ഇരിക്കും. കോട വരും, നല്ല ഒരു കോൺസെൻട്രേഷൻ ആയിരിക്കും. നമ്മൾ ജപം നമ്മൾ ചെയ്യുന്നു, സിദ്ധി നമുക്ക് കിട്ടുന്നു. പക്ഷേ ഉപാസനയും നമ്മൾ ചെയ്യുന്നു. ചിലവർ ജപം ചെയ്യുന്നു, ചിലവർ ഉപാസന ചെയ്യുന്നു. ഉപാസനയിൽ നമുക്ക് സിദ്ധിയാവുന്നു. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും എയിം, ഈ ലോകത്ത് ആരൊക്കെ ജനിക്കുന്നോ, ഈശ്വര വിശ്വാസികൾ, സ്പിരിച്വൽ പാത്തിലുള്ളവർ ജനിക്കുന്നോ, എല്ലാവരുടെയും ആഗ്രഹമാണ് ഭഗവാനെ കാണുക എന്നുള്ളത്. അതേപോലെ ആത്മീയ ഗുരുക്കളായിട്ടുള്ള ഈ പറയുന്ന അഗസ്ത്യർ, ബോഗർ, തിരുമൂലർ, കലങ്കിനാഥർ, ആത്മീയ ഗുരുവായി വരച്ചവരെ കാണണം എന്ന ആഗ്രഹം ഇല്ലാത്തവരാരാ ഉള്ളത്? പ്രത്യേകിച്ച് ഭഗവാനെ കാണണം എന്ന ആഗ്രഹമുള്ളവർ. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അതിൻ്റെ പൂർണ്ണത അനുഭവിക്കണമെങ്കിൽ കൊണ്ടരങ്കി ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ഐ സജസ്റ്റ്. കാരണം അതാണത്. ഒന്ന്, മാഗ്നറ്റിക് ഫീൽഡ് പൂർണ്ണമായിട്ട് നിലനിൽക്കുന്നൊരു മല. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള മലയല്ല, ഇങ്ങനെയുള്ള മലയാണ്. ഒരു മേരു വടിവത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, സാധാരണ മലകളിൽ കമ്പി പിടിച്ചോ അല്ലെങ്കിൽ ചങ്ങല പിടിച്ചോ കയറേണ്ട അവസ്ഥയില്ല, ഊന്നുവടി മതി. പക്ഷെ ഇവിടെ താഴേന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മേളിൽ വരെ കമ്പിയും ചങ്ങലയൊക്കെ പിടിച്ച് കയറേണ്ടി വരും. അതുകൊണ്ട് റിസ്ക് ജാസ്തിയുള്ള ഒരു മല കൂടിയാണ് കൊണ്ടരങ്ങി മല. പക്ഷെ വൺസ് നമ്മൾ മേളിൽ എത്തിക്കഴിഞ്ഞാൽ, ഞാൻ ഈ മല മേളിൽ എങ്ങനെ എത്തിയെന്ന് നമുക്ക് അത്ഭുതം തോന്നും. താഴെ നിന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും മേളിലെത്താൻ ചാൻസ് ഇല്ല എന്നുള്ളത്. കാരണം വൺസ് നമ്മൾ ഓം നമ ശിവായ എന്ന മന്ത്രം ജപിച്ച് നമ്മൾ കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മേളിൽ ഭഗവാൻ എത്തിച്ച് തരും. അതാണ് ആ മലയുടെ പ്രത്യേകത. ഇത്രയും ചെങ്കുത്തായിട്ടുള്ള മലയാണ് ഞാൻ കയറിയതെന്ന് നമുക്ക് തന്നെ അത്ഭുതപ്പെടും. പിന്നെ ഈ മലയിൽ ഇപ്പോൾ നമ്മൾ കുറേ വീഡിയോസ് കാണുന്നുണ്ട്. ആത്മീയതയിൽ പല എന്താ പറയുക, നാടൻ ഭാഷയിൽ പറയും തള്ളെന്ന് പറയും. അങ്ങനെ ഉള്ളവർ ഒരിക്കലും ഈ മല പൂർണ്ണതയോടെ മേളിലെത്തത്തില്ല.
കാരണം അങ്ങനെയാണ്. കാരണം ശിവനാണ് അവിടെ. അവിടെ ഒരു ജാടയോ അല്ലെങ്കിൽ ഒരു കാട്ടായത്തിനോ പോകാൻ നടക്കത്തില്ല. പരീക്ഷണത്തിൻ്റെ അങ്ങേയറ്റത്താണ്. അവൻ കയറത്തില്ല മല. അതേസമയം നിഷ്കളങ്കതയോടെ, ഭക്തിയോടെ, സ്നേഹത്തോടെ ഓം നമഃശിവായ ജപിച്ച് ഭഗവാനെ ദർശനം കിട്ടണമെന്നുള്ള ആഗ്രഹം വെച്ച് കയറുന്നവർ മേളിൽ ഭഗവാൻ എത്തിച്ചും തരും, ദർശനം തരികയും ചെയ്യും. എല്ലാവർക്കും ഒരു അത്ഭുതമുണ്ട്. അങ്ങനെ ഒരു സംഭവമാണോ, അത് നടക്കുമോ എന്നുള്ള ചോദ്യമായിരിക്കും. കാരണം ആർക്കും എക്സ്പീരിയൻസ് ഇല്ല. ഇങ്ങനെയുള്ള എനർജി പോയിൻറ്റ്സിൽ മാഗ്നറ്റിക് ഫീൽഡുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അവർ നമുക്ക് കാഴ്ച തരുവുള്ളൂ. അങ്ങനെ ഒരു പീഠങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്തവരാരുമില്ല. അതറിയുന്ന ആളുകൾ വിരളമാണ്. സോ ഭഗവാനുണ്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് തിയറിക്കലി നമ്മൾ കേൾക്കുന്നതല്ലാതെ ഭഗവാനുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പ്രാക്ടിക്കലായിട്ട് പറയുന്നവർ കയ്യിലെണ്ണാവുന്ന മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ആർക്കും അറിയില്ല എവിടെ നിന്ന്, ഏതാണ്, എങ്ങനെയാണ് എന്നറിയാത്തത് കൊണ്ടാണ്. പക്ഷെ ഭഗവാനുണ്ട്. പക്ഷെ നമ്മൾ ആ എനർജി പോയിൻറ്റ്സിൽ എത്താത്തത് കൊണ്ടാണ്, അത് എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഫില്ലിങ് ദ ബ്ലാങ്ക്സിൽ നിൽക്കുന്നത്. വൺസ് നമുക്ക് ആ ഒരു എനർജി പോയിൻറ്റ്സ്, ശക്തിപീഠം നമ്മൾ പൂർണ്ണമായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ സ്വരൂപം നമ്മുടെ മുന്നിൽ പ്രകടമാകും. അതാണ് കൊണ്ടറങ്ങി മല, അതിൻ്റെ പ്രത്യേകത. എത്ര വലിയ ധൈര്യശാലിയാണെങ്കിലും കൊണ്ടറങ്ങി മല താഴെ നിന്ന് കാണുമ്പോൾ തന്നെ കൈയൊക്കെ വിറയ്ക്കും. ഇതിൻ്റെ മേളിൽ ഞാൻ എങ്ങനെ എത്താനാണെന്നുള്ളത്. കാരണം ഇപ്പം സാധാരണ കാലിൽ തെങ്ങ് കയറുന്നവൻ്റെ അവസ്ഥയായിരിക്കും. ഇപ്പോൾ സാധാരണ ഒരു മരം കയറുന്ന പോലെയല്ല തെങ്ങ് കയറ്റൽ. സോ ഒരു തെങ്ങ് കയറ്റമാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് എല്ലാവർക്കും ആ പേടി. പഴനിയിൽ നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ കോടയൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ പഴനിയിൽ നിന്ന് കിഴക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ കൊണ്ടറങ്ങി മല കാണാം. കൊണ്ടറങ്ങി മലയുടെ 1 കിലോമീറ്റർ ദൂരെ കാണുമ്പോൾ, കൊണ്ടറങ്ങി കാണുമ്പോൾ തന്നെ ഉള്ള ജീവനൊക്കെ പോകും. പക്ഷേ നമ്മൾ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഭക്തിപൂർവ്വം നമ്മൾ ജപിച്ച് നമ്മൾ കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം. ആ നമ്മൾ ഉള്ളിൽ പേടിച്ചിരുന്ന ആ കയറ്റമായിരിക്കില്ല നമ്മൾ ഓം നമഃശിവായ ജപിച്ച് നമ്മൾ കയറിയാലുള്ള കയറ്റം. പെട്ടെന്ന് തന്നെ നമുക്ക് മേളിലെത്തും. ഒരു 2.5-3 മണിക്കൂർ യാത്രയുണ്ട്. കാരണം ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നവരെങ്കിൽ റെസ്റ്റ് എടുത്ത് പോവുക. ധാരാളം വെള്ളം കരുതുക. പിന്നെ അവിടെ ഒരിക്കലും മലിനമാക്കാതിരിക്കുക. പ്ലാസ്റ്റിക്കോ നമ്മൾ കഴിച്ച സാധനം അവിടെ എറിയാതിരിക്കുക. കാരണം ശിവലിംഗമാണ് നമ്മൾ കയറുന്നത്. ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ എക്സ്പീരിയൻസ്, ഭഗവാനെ കാണണം എന്ന ഉള്ളവരാണ് നിങ്ങളെങ്കിൽ കൊണ്ടറങ്ങി മല തന്നെ വൺ ആൻഡ് ഓൺലി ഹിൽ. അർജുനൻ തപസ് ചെയ്ത ഗുഹ, ഭോഗർ തപസ് ചെയ്ത ഗുഹ, ചിന്നമസ്ത പ്രസൻസ് ഉള്ള ഗുഹ, ഈ 3 ഗുഹയും നമ്മൾ മേളിൽ നമുക്ക് കാണാൻ പറ്റും. അത്ര കണ്ട് എനർജിയാണ്. ഇപ്പം രാത്രി കാലങ്ങളിൽ ധ്യാനിക്കുന്ന നമുക്ക് പലതരത്തിലുള്ള സത് അനുഭവങ്ങൾ നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നല്ല, അറിയും. അതാണ് കൊണ്ടറങ്ങി മല. ഇന്ന് 6 മണി കഴിഞ്ഞാലും മേളിൽ വിടത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു 5-8 പേര് ചെയ്ത ഒരു ദുഷ്കർമ്മം വരുന്നവർക്ക്, ഇനി വരാനിരിക്കുന്നവർക്കും രാത്രി കാലങ്ങളിൽ അവിടെ ധ്യാനിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ ആ 8 പേര് കൊണ്ട് നശിപ്പിച്ചു. ഇപ്പോൾ സ്ട്രിക്റ്റ്ലി നിയമപരമായി തന്നെ 6 മണി കഴിഞ്ഞാൽ ആരെയും മേളിൽ കയറ്റിയില്ല. പണ്ട് ഞാൻ ഉണ്ടായിരുന്നപ്പോൾ 24 മണിക്കൂറും എപ്പോൾ വേണമെങ്കിലും കയറാം, ഇറങ്ങാം, രാത്രിയിൽ ധ്യാനിക്കാനിരിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷേ രാത്രിയിൽ ധ്യാനിക്കാനിരിക്കുന്നതാണ് നമുക്ക് കൂടുതൽ ആ എനർജി നമുക്ക് അറിയുവാൻ കഴിയുക.
പോകുന്നെങ്കിൽ ഒറ്റയ്ക്ക് പോവുക, ഒരു ഗ്രൂപ്പായിട്ട് പോകാതിരിക്കുക. കാരണം അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആ ധ്യാനത്തിൻ്റെ പൂർണ്ണത നമ്മൾക്ക് കിട്ടണമെങ്കിൽ, ഭഗവാനെ നമുക്ക് കാണണമെങ്കിൽ ഒറ്റയ്ക്ക് പോയേ ഒക്കുള്ളൂ. അതാണ് കൊണ്ടരങ്ങി മല എന്ന് പറയുന്നത്. മുരുകൻ്റെ പ്രസൻസ് നമുക്കവിടെ പൂർണ്ണമായിട്ട് കിട്ടും. 18 സിദ്ധന്മാർ, ഞാൻ ഇപ്പോൾ എൻ്റെ ആത്മീയ ഗുരു ഏതാണ്, ആത്മീയ ഗുരുവിനെ സാക്ഷി നിർത്തി ഓം നമഃ ശിവായ നമ്മൾ ജപിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ആ പൂർണ്ണ ധ്യാനത്തിലേക്ക് പോകും. പിന്നെ നമുക്ക് നമ്മുടെ തലം വേറൊരു ലെവലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കയറിയ ആളായിരിക്കില്ല തിരിച്ചു വരുന്നത്, ടോട്ടലി ചേഞ്ച് ആവും. എല്ലാ മാസവും നമ്മൾ അവിടെ തന്നെ പോകാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയാലേ അതിന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ മാസം പോയി ഇനി ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് പോകാം, അല്ലെങ്കിൽ ഒരു മാസം ധ്യാനിക്കാം, പിന്നീട് നമ്മൾക്ക് ശക്തിയുണ്ടോ, അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. എല്ലാ മാസവും കുറഞ്ഞ ഇപ്പോൾ രാവിലെ കയറിക്കഴിഞ്ഞാൽ വൈകിട്ട് 6 മണിയാകുമ്പോൾ തിരിച്ചെത്തുന്ന രീതിയിൽ ആ തലം വരെ നമ്മൾ ധ്യാനത്തിന് വേണ്ടി അവിടെ വിനിയോഗിക്കുക. യാതൊരു തരത്തിലുള്ള മറ്റുള്ള ആക്ടിവിറ്റീസ്, ചിലവർ മേളിൽ പോയി കഴിഞ്ഞ് കുറച്ച് നേരം ധ്യാനിക്കും, പിന്നെ മൊബൈൽ കളിയായിരിക്കും. അതാണ് ഗ്രൂപ്പായിട്ട് പോയാലുള്ള ദോഷം. ഇപ്പോൾ നിങ്ങൾക്ക് ധ്യാനിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അവർക്ക് ജസ്റ്റ് ഒരു ലെഷറായിരിക്കും, അവർ മൊബൈൽ കുത്തി കളിക്കുക, പാട്ട് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്കതൊരു ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയുന്നത്, പോകുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ പാത്താണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, ഭഗവാനെ നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിമെങ്കിൽ, തികച്ചും ഒറ്റയ്ക്ക് തന്നെ പോവുക. ഭഗവാനുണ്ട് നമ്മുടെ കൂടെ. പല പല അത്ഭുതങ്ങൾ നമുക്ക് പോകുന്ന വഴിയിലൊക്കെ കാണാനും ഭഗവാൻ കാട്ടിത്തരും. നമ്മൾ ഈ പറയുന്ന ഈ ഹൈഡ്രജൻ ബലൂൺസ് കുറേ ഉണ്ടല്ലോ നമ്മുടെ, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, ഭഗവാനെ കാണുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ വെറും ഒരു ഹൈഡ്രജൻ ബലൂൺ, ഗ്യാസാണ് എന്നുള്ളത്. നമുക്ക് കുറേ വൈബ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. കുണ്ടലിനി ആക്ടിവേഷന് പറ്റിയ മല കൂടിയാണ് കൊണ്ടരങ്ങി മല. നമ്മൾ ഈ കാണുന്ന അറിവുകളൊന്നും അല്ല ശരിക്കും അറിവുകൾ. ഇതൊക്കെ വെറും കെട്ടുകഥകളാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾക്ക് ശരിയായ അറിവുകൾ സിദ്ധന്മാർ നമ്മളിലേക്ക് വൈബ്രേറ്റ് ചെയ്യും. ചില സമയത്ത് കുരങ്ങന്മാരായിട്ട് വന്ന് നമ്മളെ തട്ടുകയൊക്കെ ചെയ്യും ധ്യാനിക്കുന്ന സമയത്ത്. പക്ഷെ അത് തട്ടുകയല്ല, അവർ നമ്മളിലേക്ക് എനർജി പാസ് ചെയ്യുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അവർ പല രീതിയിൽ വരും. ആദ്യമൊന്നും ഡയറക്റ്റ് അവർ വരത്തില്ല, അവർ പല ഭാവങ്ങളിലായിരിക്കും വരുന്നത്. പക്ഷെ നമ്മൾ ധ്യാനത്തിൽ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കണം. ഒന്ന് ജവാദിൻ്റെ മണമുണ്ടാവും, പിച്ചി, മുല്ല, ചന്ദനം, വിഭൂതി. ഈ മണം, ഗന്ധം, സുഗന്ധം നമുക്ക് ധ്യാനത്തിലിരിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ വിചാരിച്ചാൽ ഇപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ അവസ്ഥയിൽ നിന്നും ഒന്ന് കുറച്ച് നേരം അങ്ങോട്ട് മാറി ഇരിക്കാമെന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ല. കാരണം ശരീരമായിട്ടുള്ള ബന്ധം വേർപ്പെടുന്ന ഒരവസ്ഥയായിരിക്കും നമ്മുടേത്. ആ സമയം പൂർണ്ണമായിട്ടുള്ള വൈബ് നമുക്കവിടെ ഫീൽ ചെയ്യാം. കാരണം മേരുവായിട്ടുള്ള ആ മലയുടെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ധ്യാനിക്കാനിരിക്കുന്ന ഭാഗമായിരിക്കും. അവിടെ നമുക്ക് മനസ്സിലാകും. ഇപ്പം ഞാനത് പറഞ്ഞ് നിങ്ങളെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളവിടെ പോയി കുറഞ്ഞ് നല്ല രീതിയിൽ അവിടെ ധ്യാനിക്കാൻ വേണ്ടി മാത്രം പോവുക. കുറച്ച് നേരം അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണെങ്കിൽ പോകേണ്ട ആവശ്യമില്ല. ധ്യാനിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് ഭഗവാനെ കണ്ടേ ഒക്കൂ. ആ ഒരു മനക്കട്ടിയോടെ നിങ്ങൾ അവിടെ ധ്യാനിക്കാനിരിക്കുക. ഭക്തിയോടെ, സ്നേഹത്തോടെ,
മനസ്സോടെ നിങ്ങളവിടെ ധ്യാനിക്കാൻ ഇരുന്നാൽ ഭഗവാന്റെ പൂർണ്ണത അവിടെ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ജപം നമ്മൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങോട്ട് സിദ്ധിയാവുന്നില്ല. അഥവാ സിദ്ധിയായാലും അതിൻ്റെ പൂർണ്ണത നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ ഉപാസന, അതേപോലെ പ്രശ്നങ്ങൾ. ഇപ്പം ഞാൻ അവിടെ പോയത് ആത്മഹത്യ ചെയ്യാനാണ്. പക്ഷേ അവിടെ ധ്യാനിക്കാനിരുന്ന് 3-ാമത്തെ ദിവസമാണ് ഞാൻ ആ ധ്യാനത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ടോട്ടലി ഫ്രീസായി ശരീരം. പക്ഷേ എന്തോ മരിക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം ധ്യാനിക്കാനിരിക്കാമെന്ന് പറഞ്ഞിരുന്ന 3-ാമത്തെ ദിവസമാണ് എഴുന്നേൽക്കുന്നത്. പിന്നെ ശരീരമൊന്നും അങ്ങോട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന പോലെ ശരീരമൊന്നും അനങ്ങണില്ല. കാരണം റൂട്ട് വിട്ടുപോയി. കാരണം കോട വരുന്നു, വെയിൽ വരുന്നു, കോട വരുന്നു, വെയിൽ വരുന്നു. അപ്പോൾ ടോട്ടലി കണക്ഷൻ വിട്ടുപോയി. പിന്നെ ധ്യാനിക്കാൻ എന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ, മീൻസ് കണ്ണ് തുറന്നപ്പോൾ, ബോധം വന്നപ്പോൾ വെയിലൊക്കെ വന്ന് ബ്ലഡൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴാണ് കാലൊക്കെ നീട്ടി വെക്കാൻ സാധിച്ചത്. പക്ഷേ ആ നേരം തൊട്ട് എൻ്റെ കർമ്മം കിടക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. കർമ്മം, ദൈവം എനിക്ക് ചില ഡ്യൂട്ടികൾ പറഞ്ഞു തന്നാൽ, മീൻസ് ഡ്യൂട്ടികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ വിട്ടത്. പക്ഷേ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് വരെ ഞാൻ ഈ ലൗകിക സുഖങ്ങളിൽ, മീൻസ് നമ്മളെല്ലാം ജീവിക്കുന്ന ഒരു തലത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ദൈവഭക്തിയുണ്ട്, പക്ഷേ എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ, ആത്മഹത്യ ചെയ്യാം എന്നുള്ള ലെവലിലേക്ക് വന്നപ്പോൾ, പിന്നെ കൊണ്ടിറങ്ങി ഇപ്പോൾ പലതും ഞാൻ ട്രൈ ചെയ്തു, അതെല്ലാം ഫെയില്യൂർ ആയിപ്പോയി. അപ്പോൾ കൊണ്ടിറങ്ങി മേളിൽ ചെന്ന് കഴിഞ്ഞാൽ താഴെ വീണ് കഴിഞ്ഞാൽ ചമ്മന്തിയാണ്. സോ അങ്ങനെ ആണ് ഞാൻ ഇപ്പോൾ. അതൊക്കെ ചിന്തിക്കുമ്പോൾ ചിരി വരും. പക്ഷേ ആ നേരം തൊട്ട്, അതായത് 4th ഡേ തൊട്ടാണ് ശരിക്കും ഇത്രയും വർഷം ഞാൻ എൻ്റെ ജീവിതം പാഴാക്കി എന്ന് മനസ്സിലാക്കുന്നതും ആ ചൈതന്യം എനിക്ക് തന്ന ഡ്യൂട്ടി എന്താണെന്നും ഞാൻ അറിയുന്നത്. പിന്നെ ഈ നേരം വരെയും ഇനിയും ആ ഡ്യൂട്ടി ചെയ്തുകൊണ്ടേയിരിക്കും. അതെനിക്ക് ഫോളോ അപ്പ് തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ശരിയായ കർമ്മതലത്തിലേക്ക് നമ്മുടെ കർമ്മം എന്താണെന്ന് അറിയുവാനും ഈ ഒരു മല നമ്മളെ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താം. അന്നൊക്കെ ക്ലീൻ ഷേവ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു തലം മനസ്സിലാക്കിയ പിന്നെ, കർമ്മപദം എന്തെന്ന് മനസ്സിലാക്കിയ പിന്നെ, ആ ഒരു ചോക്ലേറ്റ് ബോയിൽ നിന്ന് ഈ ഒരു തലത്തിലേക്ക് എൻ്റെ ഡ്യൂട്ടി മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വലിയ കർമ്മമാണ് എന്നെ വിശ്വസിച്ച് ആ ചൈതന്യം എനിക്ക് തന്നിരിക്കുന്നത്. അതൊന്നും നമുക്ക് ഇപ്പോൾ റിവീൽ ചെയ്താൽ അത് ഗ്യാസ് ആണെന്നൊക്കെ പറയും. പക്ഷെ വൺസ് നിങ്ങൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത്. കാരണം അതാണ് മല. നിങ്ങൾ പഴനി പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടിറങ്ങിയിലും ചിലവാക്കുക. അതെല്ലാ മാസവും നിങ്ങൾ കൊണ്ടിറങ്ങി എക്സ്പീരിയൻസ് ചെയ്താൽ the 4th month you will get what I am. ഞാൻ ഈ പറയുന്നത് എന്തായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ 2 മണിക്കൂർ 3 മണിക്കൂർ ധ്യാനമല്ല, രാവിലെ തൊട്ട് വൈകിട്ട് വരെ നല്ല രീതിയിൽ ഒറ്റ ഇരിപ്പിൽ നിങ്ങൾ ധ്യാനിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂർ ധ്യാനിക്കാൻ അല്ലെങ്കിൽ 2 മണിക്കൂർ ധ്യാനിക്കാം, കൊണ്ടിറങ്ങി എക്സ്പീരിയൻസ് ചെയ്യേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. അവിടെ പോകണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഭഗവാനെ കാണണം എന്നുള്ള ആഗ്രഹത്തോടെ വേണം നമ്മൾ പോകുവാൻ. പിന്നെ പോയ ആളായിരിക്കില്ല തിരിച്ചു വരുന്നതും. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും.
സ്പിരിച്വൽ പാത്തിൻ്റെ പൂർണ്ണത നമുക്ക് അവിടെ കിട്ടും. ചുമ്മാ നമ്മൾ ഈ ഭൂമി തലത്തിൽ നിന്ന് കുറേ വീരവാദം അടിച്ച് അത് കണ്ടു ഇത് കണ്ടു എന്ന് പറയുന്നവരൊക്കെ അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ കൊണ്ടല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരൊക്കെ പറയുന്നത് ഗ്യാസ് ആയിരുന്നു എന്നുള്ളത്. കാരണം റിയൽ എനർജിയായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു, റിയൽ എനർജിയുമായിട്ട് നമ്മൾ വൈബ് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു തലത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ്. ഇപ്പോൾ സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ഈ താഴെ ഈ ഭൂമി തലത്തിൽ നിന്ന് വീരവാദം അടിക്കുന്നവരാരും കൊണ്ടിറങ്ങി മല മേളിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം ശിവനാണ്. അവിടെ സത്യമുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഉച്ചിയിൽ ചെന്ന് ധ്യാനിക്കാൻ ഇരിക്കാൻ പറ്റുള്ളൂ, അവിടെ ഇരുന്നാൽ പ്രയോജനം കിട്ടുകയുള്ളൂ. 80% ആളുകൾ പകുതി വെച്ച് തന്നെ തിരിച്ചു വരും. പേടിപ്പിക്കും. ഭഗവാൻ അങ്ങനെയാണ്. അവിടെ നെറിയും സത്യവും മാത്രമേ മേളിലെത്തുകയുള്ളൂ. അവിടെ എത്തിയാൽ അത് എക്സ്പീരിയൻസ് ചെയ്യിക്കത്തുള്ളൂ. അല്ലെങ്കിൽ വൈക്കത്ത് പോയി വാടാന്ന് പറഞ്ഞാൽ വൈക്കത്ത് പോയി വന്ന ഒരു ഫീലായിരിക്കും സാധാരണ പോക്ക്. ഭഗവാനെ കാണണം, ഒറ്റപ്പെട്ടുന്ന ഒരവസ്ഥ, ആ ഒരവസ്ഥയിൽ ഭഗവാനെ ആശ്രയിക്കണം. ഭഗവാൻ അല്ലാതെ വേറെ ആരുമില്ല. മോക്ഷം 2 തലമുണ്ട്. മേളിൽ ചെന്നിട്ട് ഭഗവാനെ എനിക്ക് അങ്ങനെ ആക്കി തന്നെ ഇങ്ങനെ ആക്കി തന്നെ എന്താ പറയുക, ചിലപ്പോൾ നിങ്ങൾക്ക് ഭഗവാനിലേക്ക് ലയിച്ചെന്നും വരാം. ആ ഒരു മെൻറ്റാലിറ്റിയോട് വേണം നമ്മൾ കൊണ്ടിറങ്ങി കയറുവാൻ. തിരിച്ച് ഞാൻ വരുവോ ഇല്ലയോ എന്ന് ഐ ഡോണ്ട് നോ. ആ ഒരു മനസ്സ് വേണം കൊണ്ടിറങ്ങിയിലേക്ക് കയറുവാനും. എന്നാൽ മാത്രമേ ഭഗവാന്റെ സാക്ഷാത്കാരം നമുക്ക് അനുഭവിക്കാനും കാണാനും പറ്റുള്ളൂ. അല്ലാതെ മേളിൽ പോയിട്ട് കാര്യം സാധിച്ചിട്ട് താഴെ വന്നിട്ട് കുറച്ചങ്ങോട്ട് പൊളിച്ച് കളയാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, പ്രയോജനം ഉണ്ടാവില്ല. ഭഗവാനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള മനസ്സാൽ ഭക്തിയോടെ ധ്യാനത്തോടെ നമ്മൾ കയറുകയാണെങ്കിൽ ഭഗവാൻ അവിടെ ദർശനം തന്നാൽ ഭഗവാന്റെ കർമ്മപഥത്തിൽ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മോക്ഷം ഭഗവാനിലേക്ക് ലയിക്കുക, അല്ലെങ്കിൽ ഭഗവാൻ എനിക്ക് തരുന്ന ഡ്യൂട്ടി പിന്നീടുള്ള ജീവിതം അത് ചെയ്യാൻ എനിക്ക് മനസ്സ് തരിക, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും എൻ്റെ ജീവിതം. ഈ 2 തലം മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മേളിൽ ചെന്നിലുള്ള മല കയറിയാലുള്ള ധ്യാനം ഉപാസനയാണെങ്കിലും അതിന് ഫലവത്തുണ്ടാവുള്ളൂ. ഇല്ല നമ്മൾ അതേ പറഞ്ഞിട്ടുണ്ട്, അരുൺ പ്രഭു പറഞ്ഞിട്ടുണ്ട്, മേളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല. അതല്ല അവിടെ കയറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പോയാൽ തിരിച്ച് വരുവോ എന്നൊന്നും നമുക്ക് പറയാനൊക്കില്ല. കാരണം നമുക്ക് മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് ലയിക്കാം, അല്ലെങ്കിൽ ഭഗവാൻ തരുന്ന ഡ്യൂട്ടി ഇനിയുള്ള കാലം ചെയ്യാം. ഈ 2 തലം മാത്രം എക്സ്പെക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കയറുവാൻ. അല്ലാതെ അവിടെ ചെന്ന് സിദ്ധിയായിട്ട് ഭഗവാനെ ദർശിച്ചിട്ട് താഴെ വന്ന് വലിയൊരു സംഭവമാക്കി അതൊക്കെ വെറും ഗ്യാസായിരിക്കും. ഭഗവാനെ കാണണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, അല്ലെങ്കിൽ സിദ്ധന്മാരെ അനുഭവിക്കുക കാണണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, അതിയൊറ്റ ആഗ്രഹമാണെങ്കിൽ I will suggest Kondarangi is a one and only hill, spiritual hill, divine hill. ഹിൽ എന്ന് പറയേണ്ട, അത് ശിവലിംഗമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻറ്റോടെ നിങ്ങളുടെ മുമ്പിൽ ഈ കാര്യം പറയുന്നത്. കാരണം അണ്ടനോ അടകോടനോ ഒന്നും അവിടെ വിജയിക്കത്തില്ല. നിഷ്കളങ്കതയും ഭഗവാനോടുള്ള സ്നേഹവും മാത്രം കൈമുതലുള്ളവർക്ക് മാത്രം കയറിയാൽ പ്രയോജനമുള്ള ഒരു മല കൂടിയാണ് കൊണ്ടിറങ്ങി. അല്ലാത്തവർക്ക് അത് വെറും ഒരു ട്രക്കിംഗ് ഹിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രയോജനമില്ല. പിന്നെ ഈ പറയുന്ന ചിന്നമസ്ത ഗുഹയിലും ബോഗർ ഗുഹയിലും അർജുനൻ
ഗുഹയിലുമൊക്കെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഭഗവാൻ എന്നുള്ളത്. കാരണം അത്ര കണ്ട് എനർജിയാണ് നമ്മളെ വേറൊരു തലത്തിലേക്ക് എത്തിക്കും. ഇപ്പം നമ്മൾ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് അതുണ്ട് ഇതുണ്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ കാണും. അതാണ് അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ഇപ്പോൾ പഴനിയിലൊക്കെ തിരക്കുണ്ട്, പക്ഷെ കൊണ്ടറങ്ങിയിൽ തിരക്കില്ല. കാരണം അവിടെ എത്തണമെങ്കിലും ദൈവഭാഗ്യം വേണം, ഭഗവാൻ വിളിക്കണം. നിനക്ക് ഞാൻ ദർശനം തരാം വാ എന്ന് പറഞ്ഞ് ഭഗവാൻ വിളിക്കാൻ മാത്രമേ നമുക്കവിടെ ചെല്ലാനൊക്കെ ഉള്ളൂ. നമുക്ക് തോന്നും ആരുമില്ല. ഇപ്പം ഞാൻ പോയ സമയത്തൊക്കെ കൊണ്ടറങ്ങിയൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ മേളിൽ, വേറെ ആരും തന്നെയില്ല. ഒച്ചത്തി അട്ടഹസിച്ചാലും കരഞ്ഞാലും കേൾക്കാൻ ആരുമില്ല. കാരണം ഇത്രയും ഉയരത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. 10 മണി കഴിഞ്ഞാൽ തിരുമേനി അവിടുത്തെ അമ്പലവും പൂട്ടി താഴെ പോകും. അവിടെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന അതിഥി ആ ഉപാസനാമൂർത്തിയും അല്ലെങ്കിൽ ആ സിദ്ധനും മാത്രം അവിടെ ഉണ്ടാവുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര സന്തോഷമായിരിക്കും എലോൺ ഭഗവാനോട് സംസാരിക്കാം, ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ജപിക്കാം. അവിടെയാണ് നമുക്ക് ഇതിൻ്റെ പൂർണ്ണത കിട്ടുള്ളൂ. അപ്പോൾ പഴനിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക കൊണ്ടറങ്ങി. തിയറി അല്ല, പ്രാക്ടിക്കലാണ്. അപ്പോൾ ബസ്സിലാണ് പോകുന്നതെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന്, പഴനി ബസ് സ്റ്റാൻഡിൽ നിന്ന് രാവിലെ 4-4:15 കീഴാനൂരിലേക്ക് വണ്ടിയുണ്ട്. അല്ലെങ്കിൽ ദിണ്ടുകളിൽ പോയിട്ട് ദിണ്ടുകളിൽ നിന്ന് ബസ് കീഴാനൂറിലേക്ക് ബസ്സുണ്ട്. ബൈക്കിനാണെങ്കിൽ ഡയറക്റ്റ് കീഴാനൂർ മല്ലികാർജുന ടെമ്പിൾ എന്ന് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ നേരെ മലയുടെ താഴെ കൊണ്ട് എത്തിക്കും. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള അറിവുകൾ ആരും നിങ്ങളെ പറഞ്ഞ് പറ്റില്ല. കാരണം അവർക്ക് തന്നെ അതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ പിന്നെ എനർജി പോയിൻറ്റ്സ് എനിക്ക് അപ്പോൾ പറഞ്ഞു തരും. ഇന്ന സ്ഥലത്ത് കുറച്ച് നാൾ കൊണ്ടറങ്ങിയിൽ, കുറച്ച് നാൾ ഈ പൊന്നിമലയിൽ, കുറച്ച് നാൾ സിദ്ധേശ്വര കോവിൽ കഞ്ചമലയിൽ, അങ്ങനെ ഒരു 12 മലകൾ അപ്പോൾ എന്നെ എക്സ്പീരിയൻസ് ചെയ്യിച്ച് മാത്രമല്ല എല്ലാ അറിവുകളും എന്നിൽ എത്തിച്ചു തന്നു. എക്സ്റ്റേണൽ ഗുരുക്കന്മാരുണ്ടെങ്കിലും ഇൻറ്റേർണൽ ഗുരു അപ്പം തന്നെയാണ്. കുറേ മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അറിഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. പക്ഷേ ഇൻറ്റേർണലി സിദ്ധിയായാൽ മാത്രമേ മുമ്പിലിരിക്കുന്നവൻ ഏത് ഭാവത്തിലാണ്, അവൻ്റെ ഉള്ളിൽ എന്താണ്, അവനെന്താണ് രോഗം, അവനെ ഇതിൽ നിന്നൊക്കെ എങ്ങനെ മാറ്റാം, അതൊക്കെ ഇൻറ്റേർണലായിട്ടുള്ള സിദ്ധികളാണ്. അതൊക്കെ നമുക്ക് ഞാൻ ഈ പറയുന്ന, അതായത് കാണാൻ പോകുന്ന പൂരം പറഞ്ഞ് അതിൻ്റെ സുഖം കളയുന്നില്ല. നിങ്ങൾ ധ്യാനിക്കുക, കൊണ്ടറങ്ങിൽ വിനിയോഗിക്കുക ധ്യാനത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്നതിൻ്റെ ഗുഡൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുക. വളരെ നല്ല ഒരു എനർജി ആയിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുക. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് വളരെ വിലപ്പെട്ടതാണ്. അതിന് റിപ്ലൈ ചിലതിനൊക്കെ ഞാൻ കൊടുക്കാറുണ്ടെങ്കിൽ എല്ലാത്തിനും ഞാൻ വായിക്കാറുണ്ട്. അതുകൊണ്ട് കമൻറ്റ് ഇടുക. പിന്നെ നോട്ടിഫിക്കേഷൻ എൻ്റെ അപ്ഡേറ്റ്സ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഈ ചാനൽ ഇനിയും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ്, അതേപോലെ ഇനിയും അറിവുകൾ അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ നിന്ന് എൻ്റെ കുടുംബത്തിലെ ഒരംഗമെന്നുള്ള രീതിയിൽ നിങ്ങളെന്നെ സ്നേഹിച്ചതിൽ വളരെ വളരെ, അതായത് എത്ര പറഞ്ഞാലും നന്ദി, എത്ര പറഞ്ഞാലും തീരില്ല. അപ്പോൾ നിങ്ങൾക്കും
നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ. നർമ്മദേ